ന്യൂയോർക്ക് സ്റ്റേറ്റിൽ നാളെ നടക്കുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പ്രൈമറികൾ എന്തുകൊണ്ടും പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്. അതിന് ചില കാര്യങ്ങളുണ്ട്, ചില വിവാദങ്ങളും അതിലുണ്ട്. ആദ്യത്തേത്, ഇതിലെ ഏറ്റവും പ്രധാനം, നമ്മുടെ 2 സ്ഥാനാർത്ഥികൾ നാളത്തെ പ്രൈമറിയിലുണ്ട്. ഒന്ന് 90ാം ഡിസ്ട്രിക്റ്റിൽ, അത് യോങ്കേഴ്സാണ്, വെസ്റ്റ്ചെസ്റ്ററിൽ. അവിടെ നിന്ന് ജോൺ ഐസക്കിന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് പ്രൈമറിയിൽ എതിരാളികളില്ല, പാർട്ടി അദ്ദേഹത്തെ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 96ാം ഡിസ്ട്രിക്റ്റിൽ, അത് റോക്ക്ലാൻഡ് കൗണ്ടിയാണ്, അവിടെ PT തോമസ് മത്സരിക്കുന്നു. അദ്ദേഹം നേരിടുന്നത് നിലവിലുള്ള അസംബ്ലിമാൻ പാട്രിക് കരോളിനെയാണ്. അപ്പം കടുത്ത മത്സരമാണ് നടക്കുന്നത്. പക്ഷേ ഈ 96ാം ഡിസ്ട്രിക്റ്റിൽ മലയാളികൾ മുഴുവൻ വോട്ട് ചെയ്താൽ തന്നെ അദ്ദേഹം ജയിക്കാവുന്നതാണ്. കാരണം അത്രയധികം മലയാളികളും മലയാളികളാണ് കൂടുതൽ, ഇന്ത്യക്കാർ ധാരാളമുള്ള സ്ഥലമാണ് റോക്ക്ലാൻഡ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇത്രയും ആധിപത്യമുള്ള സ്ഥലങ്ങൾ വളരെ ചുരുക്കമാണ്. അപ്പം നമ്മളെല്ലാം കൂടി ഒന്ന് ഒത്തുപിടിച്ചാൽ വിജയിക്കാവുന്നതേ ഉള്ളൂ. ഒരു അസംബ്ലിമാൻ നമുക്കുണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മുടെ ശബ്ദം കേൾക്കും, നമ്മുടെ കാര്യങ്ങൾ കേൾക്കും, നമുക്കൊരാവശ്യം വന്നാൽ സമീപിക്കാൻ കഴിയും. ഇതൊക്കെയാണ് അസംബ്ലിമാൻ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിലുള്ള ഗുണം. അപ്പോൾ ഈ 2 സ്ഥാനാർത്ഥികളെയും, ഈ ജോൺ ഐസക്കിന് ഇൻകംബൻ്റ് ഇല്ല, അപ്പോൾ ഓപ്പൺ സീറ്റാണ്. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് യോങ്കേഴ്സിൽ ഇന്ത്യക്കാരുടെ കേന്ദ്രമാണ്. അതും ആ സീറ്റിലും ഇന്ത്യക്കാരും മലയാളികളും ഒത്തൊരുമിച്ചാൽ ഈ ജോൺ ഐസക്കിന് വിജയിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വോട്ടിന് വലിയ പ്രാധാന്യം കിട്ടുന്ന 2 ഇലക്ഷനുകളാണ് ഈ 2 എണ്ണവും. അത് നമ്മൾ കഴിയുന്നത്ര നമ്മുടെ ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പാർട്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമല്ല, നമ്മുടെ ആളുകൾ വിജയിക്കുക. പക്ഷേ ഈ പ്രൈമറിയിൽ, ഡെമോക്രാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തവർക്കേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റ് റിപ്പബ്ലിക്കനായിട്ടോ അല്ലെ വർക്കിംഗ് ഫാമിലീസ് പാർട്ടിയിൽ അംഗമായിട്ടോ രജിസ്റ്റർ ചെയ്തവർക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ വ്യത്യാസമുണ്ട്. പക്ഷേ ജനറൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ പ്രൈമറി കടന്നു കിട്ടണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രൈമറിയാണല്ലോ ഏറ്റവും വിഷമം പിടിച്ച കാര്യം. കാരണം കുറച്ച് പേരെ വോട്ട് ചെയ്യാൻ പോകത്തുള്ളൂ. അതിൽ തന്നെ ആരെങ്ങോട്ടൊക്കെ കുത്തുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി വേറെയുമുണ്ട് നമ്മുടെ ആളുകൾ. ഒരു ഇന്ത്യക്കാരി ജെന്നിഫർ രാജകുമാർ, ഈ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ ആദ്യമായിട്ട് ഈ ഒരു ഇന്ത്യക്കാരി അസംബ്ലി വുമൺ ആവുന്നത് ജെന്നിഫർ രാജ്കുമാറാണ്. അവർ ക്യൂൻസിലെ ഡിസ്ട്രിക്ട് 23 അവിടെ നിന്നാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ അത് പെട്ടെന്നൊരു വിവാദം വന്നിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്നത്, അവർക്കെതിരെ ഒരു ബിൽ ഓർക്കിൻ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. അത് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്, ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് അംഗം, അതായത് നമ്മുടെ മാംദാനിയുടെ കൂട്ടർ. അപ്പോൾ അവർ കണ്ടമാനം പൈസ ഇറക്കുന്നു. അതുപോലെ തന്നെ ഇവർക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. ജെന്നിഫറിനെതിരെ ആദ്യത്തെ ഹിന്ദു വനിതയാണ് ന്യൂയോർക്ക് അസംബ്ലിയിലെത്തുന്നത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇവരൊരു വിദേശ ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു ആയതുകൊണ്ട് അവർ വിദേശ ഗവൺമെൻറ് ഏജൻറ്റ് ആണ്. ഇന്ത്യക്കാരി ആയതുകൊണ്ട്, ഇന്ത്യക്കാരിയും ഹിന്ദു ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ആക്ഷേപിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ അവർ പറയുന്നത് അവർ പറയുന്നത് DSA ക്ലെയിംസ് ടു കണ്ടം ഹെയ്റ്റ് അബ്രോഡ് യറ്റ് ഹിയർ അറ്റ് ഹോം ദേ ആർ യൂസിങ് ഹെയ്റ്റ് ഡിവിഷൻ ആൻഡ് റിലീജിയസ് ടാർഗറ്റിംഗ് ടു ടേൺ നൈബേഴ്സ് അഗൻസ്റ്റ് ഈച്ച് അതർ. എന്നിട്ടും ഈ നമ്മളെ തമ്മിലടിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഈ മതപരമായിട്ടുള്ള കാര്യമൊക്കെ ഉപയോഗിക്കുന്നുവെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ പറയുന്നത് മുഴുവൻ എനിക്ക് അംഗീകരിക്കാനായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ RSSനെയോ അല്ലെ BJPയോ അനുകൂലിക്കുന്നവരെ അവർക്കെതിരെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെ RSSനെയോ BJPയോ എതിർത്തെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുമോ അത് ഹിന്ദുക്കളെ എതിർക്കുന്നതിന് തുല്യമാണ്, ഹിന്ദുക്കളെ എതിർക്കുകയാണ്, ഹിന്ദു ഫോബിയാണത് എന്ന് പറയും. ഇതിപ്പം ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ യഹൂദർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ആൻറ്റിസെമിറ്റിസം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതിനോട് നമുക്ക് വലിയ അനുഭവമില്ല. പക്ഷേ ജെന്നിഫർ രാജകുമാർ ജയിക്കേണ്ടത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരാവശ്യമാണ്. നമ്മുടെ ഒരാൾ ജയിക്കുക എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവരെ തോൽപ്പിക്കാനായിട്ട് ഈ ഓർക്കിന്, അദ്ദേഹത്തിന് നമ്മുടെ അലക്സാൻഡ്രിയ ഒക്കേഷ്യ കോർട്ടസിന് അവരുടെ പിന്തുണയുണ്ട്, AOCയുടെ പിന്തുണയുണ്ട്. AOCയൊക്കെ മാംദാനി ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഇലക്ഷൻ പെട്ടെന്ന് അതിന് ശ്രദ്ധ കിട്ടിയിരിക്കുന്നു. ഈ 2021 മുതൽ ജെന്നിഫർ രാജ്കുമാർ അസംബ്ലി വുമണാണ്. ഒരു പ്രശ്നവുമില്ലാതെ കാര്യമായ ഇലക്ഷനൊന്നും ഇല്ലാതെയാണ് അവർ വിജയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു എതിർപ്പൊന്നും ഉണ്ടാവും നമ്മൾ കരുതിയതല്ല. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു എതിർ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. അദ്ദേഹം വലിയ ഈ
പിന്നെ യഹൂദർക്കെതിരെ യഹൂദ വിരോധം പിന്നെ അങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ജെന്നിഫർ വിജയിക്കേണ്ടത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ആവശ്യമാണ്. നമ്മുടെ ആളുകൾ ഉറപ്പായിട്ടും പോയി വോട്ട് ചെയ്യുക, പിന്നെ അവരെ വിജയിപ്പിക്കാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ വേറെ 2-3 ഇലക്ഷനൂടെ പ്രധാനപ്പെട്ടതുണ്ട്. അതിന് പ്രാധാന്യം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിലവിലെ പിന്നെ അസംബ്ലി അംഗങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാം ഡെമോക്രാറ്റുകളും ഈ ലെഫ്റ്റ് പിന്നെ ലീനിങ് ഡെമോക്രാറ്റുകളുമാണ്. പക്ഷേ അവർക്കെല്ലാം എതിരെ മാംദാനിയെ അനുകൂലിക്കുന്ന 2-3 പേര് മത്സരിക്കുന്നു. അവരെ ഈ അനുകൂലിക്കുന്ന ആളുകൾ അവരെ മാംദാനി പിന്നെ എൻഡോഴ്സ് ചെയ്തിരിക്കുന്നു. അതായത് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകൾ, ആ വിഭാഗം. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് ഈ 3 പേര് പിന്നെ വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ. പിന്നെ വർഷങ്ങളായിട്ടുള്ള പിന്നെ അസംബ്ലി അംഗങ്ങളാണ്. അവരെയൊക്കെ പരാജയപ്പെടുത്താൻ ഈ മാംദാനിയുടെ അനുചരർക്ക് കഴിയുമോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്ന് പിന്നെ ക്ലെയർ വാൾഡസ് ന്യൂയോർക്ക് 7-ലാണ്, ന്യൂയോർക്ക് 7th ഡിസ്ട്രിക്റ്റ്. അവർ 36 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവർ നിലവിലുള്ള അസംബ്ലി അംഗത്തിനെതിരെയാണ് മത്സരിക്കുന്നത്. മറ്റൊന്ന് പിന്നെ ഈ ഡാരിയാലിസ അവില ഷെവലിയർ 31 വയസ്സ്. അവർ പിന്നെ അസംബ്ലി ഡിസ്ട്രിക്റ്റ് 13-ൽ. പിന്നെ മുൻ സിറ്റി കൺട്രോളർ ബ്രാഡ് ലാൻഡർ, അദ്ദേഹം ന്യൂയോർക്ക് 10th ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഇവർ 3 പേരും മാംദാനിയായി വിളിക്കുന്നവരാണ്. മാംദാനി ഇവർ 3 പേരെയും എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെതിരെ മത്സരിക്കുന്നവരൊക്കെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ കാര്യപ്പെട്ട ആളുകളും കാര്യപ്പെട്ട ശബ്ദങ്ങളും ഒക്കെയാണ്. പക്ഷേ അപ്പം ഈ മാംദാനി ഈ 3 സീറ്റിൽ ഇവരെ വിജയിപ്പിക്കാൻ മാംദാനിക്ക് കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വലിയൊരു ആധിപത്യം പിന്നെ മാംദാനിക്ക് കിട്ടുമെന്നാണ് പിന്നെ ഒരു വിഭാഗം പറയുന്നത്. ഇന്നിപ്പം ന്യൂയോർക്ക് പോസ്റ്റിലൊരു എഡിറ്റോറിയൽ തന്നെ കണ്ടു, ഒരു പിന്നെ ആർട്ടിക്കിൾ തന്നെ കണ്ടു. ഈ എല്ലാ ഡെമോക്രാറ്റുകളും മാംദാനിയുടെ പിന്നെ മോതിരം മുത്തേണ്ട ഒരു സ്ഥിതി വരും ഇവർ വിജയിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ആ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു പിടിമുറുക്കുകയാണ് മാംദാനി ചെയ്യുന്നത് എന്നും പറഞ്ഞ്. അതൊക്കെ എത്രയുണ്ട് ശരിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും ഈ 3 പേരുമൊക്കെ തീവ്ര ഇടതുപക്ഷവും അതുപോലെ തന്നെ ഇസ്രായേൽ വിരുദ്ധരും ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. അപ്പോൾ ഇവർ വിജയിച്ചാൽ സിറ്റിയിൽ വലിയ മാറ്റങ്ങൾ, സിറ്റിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിന് അതിൻ്റെ ഒരു സൂചനയായിരിക്കും ഇത്. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ഈ AOC പിന്നെ ഇലക്ഷൻ നിൽക്കുന്നു. അപ്പോൾ അവരന്ന് പരാജയപ്പെടുത്തുന്നത് പിന്നെ കാര്യപ്പെട്ട പിന്നെ വളരെ വർഷങ്ങളായിട്ട് ഇവിടെ വലിയ ഉന്നത സ്ഥാനങ്ങളിലേക്കൊക്കെ പോകേണ്ട പിന്നെ ഒരു വ്യക്തിയാണ്, പിന്നെ ഒരു അസംബ്ലിമാനെയാണ് അവർ തോൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്നങ്ങ് മറന്നുപോയി. അതുപോലെ തന്നെ ഈ ഇങ്ങനെ അപ്സ്റ്റാർട്ടായിട്ട് നിൽക്കുന്ന ആളുകളും ഒക്കെ മത്സരിക്കുന്നത് പാർട്ടിയിലെ സമുന്നത നേതാക്കളും വർഷങ്ങളായിട്ട് ഈ രംഗത്തുള്ളവരും നമുക്കെല്ലാം പരിചിതരുമായിട്ടുള്ള ആളുകളാണ്. പക്ഷേ അവർക്കെതിരെ ഇവർ വന്ന് ഇവരുടെ ഒരു കൊടുങ്കാറ്റിൽ അവരെല്ലാം കടപുഴഞ്ഞ് പോകുമോ എന്നാണ് ഇനി കാണേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് മാംദാനിയുടെ ഗ്രാഫ് ഉയരും. ഇനി ഇവർ വിജയിച്ചില്ലെങ്കിൽ പിന്നെ മാംദാനിയുടെ ആ പ്രാധാന്യവും ഒന്ന് കുറയുകയും ചെയ്യും. എന്തായാലും നാളത്തെ ഇലക്ഷൻ സുപ്രധാനമാണ്. പിന്നെ നമ്മളെല്ലാവരും ഒന്ന് പോയി വോട്ട് ചെയ്യുക. അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇത്രയധികം നമ്മൾ മടി വിചാരിക്കേണ്ട കാര്യമില്ല. ഏത് പാർട്ടിക്കാരനാണെങ്കിലും, ഡെമോക്രാറ്റ് ആണെങ്കിൽ ഡെമോക്രാറ്റുകൾക്ക് പോയി വോട്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക്. റിപ്പബ്ലിക്കൻ ആണെങ്കിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യാതിരിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിവിടെ ഉണ്ടെന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.